السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 2025 ഇൻഫോറിയത്തിൻ്റെ വേദിയിലാണല്ലോ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം നിറയുന്നത് വയറോ കുപ്പയോ എന്നതിനെക്കുറിച്ച് അല്പം സംസാരിക്കാൻ അള്ളാഹു നൽകിയ ഈ വേദിയിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അനുഗ്രഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആധുനിക ഭക്ഷണ സംസ്കാരം എപ്പോഴും ധൂർത്തിൻ്റെയും അമിതത്വത്തിൻ്റെയും കാര്യത്തിൽ നമ്മെ വഴിതെറ്റിക്കുന്നു. തീർച്ചയായും ഭക്ഷണ സംസ്കാരത്തിലെ ധൂർത്തും അനാവശ്യമായി ഭക്ഷണം പാഴാക്കുന്നതും ഇസ്ലാമിക വീക്ഷണത്തിൽ ശക്തമായി എതിർക്കപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. സദഖല്ലാഹു. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ, പക്ഷേ ധൂർത്തടിക്കരുത്. തീർച്ചയായും അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്ത് ഭക്ഷണ കാര്യത്തിലെ ധൂർത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ആവശ്യത്തിലധികം വാങ്ങിവെച്ച് പാഴാക്കുക, കഴിക്കാനാവാത്തത്ര അളവിൽ വിളമ്പുക, ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വലിച്ചെറിയുക തുടങ്ങിയവയൊക്കെ ധൂർത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിൽ അമിതത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം പാഴാക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള നന്ദികേടാണെന്ന് നാം ഓർക്കണം. ഭക്ഷണത്തിൻ്റെ ഓരോ തരിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഭക്ഷണം പാഴാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള നന്ദികേടാണ്. അത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാവും. ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത അനേകായിരം മനുഷ്യരുണ്ട്. ഒരുപക്ഷെ നാം പാഴാക്കുന്ന ഈ ഭക്ഷണം അവരുടെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഉപകരിച്ചേനെ. ഇത് സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഭക്ഷണ കാര്യത്തിൽ എങ്ങനെ മിതത്വം പാലിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ മുന്നിലുള്ളതിൽ നിന്ന് മാത്രം എടുക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, വലത് കൈകൊണ്ട് തിന്നുക, കൈവിരലുകൾ നക്കി വൃത്തിയാക്കുക. ഇത് ഒരു തരി പോലും പാഴാക്കരുത് എന്നതിൻ്റെ സൂചനയാണ്. വയറു നിറയെ ഭക്ഷണം കഴിക്കാതെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ശ്വാസം എന്നിവക്കായി മാറ്റിവെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിലവിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഓരോ ജന്മദിനത്തിൻ്റെ വാർഷികത്തിനും, ഓരോ വിവാഹത്തിൻ്റെ വാർഷികത്തിനും, ഓരോ വിവാഹത്തിനും ആവശ്യത്തിലേറെ ഭക്ഷണം പാകം ചെയ്ത് അതിഥികൾക്ക് നൽകുകയും ബാക്കിയുള്ളവ കുപ്പത്തൊട്ടിയിലേക്ക് തട്ടുകയും ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നാം ഒന്ന് ഓർക്കണം, ഫലസ്തീനിലെ ഗസയിൽ എത്ര മനുഷ്യരാണ് ഭക്ഷണം ലഭിക്കാതെ കഷ്ടപ്പെടുന്നത്. ഇതോടുകൂടി നാം ഭക്ഷണം പാഴാക്കുന്നത് നിർത്തണം. ഭക്ഷണം വെറും ശാരീരിക ആവശ്യം മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടിയാണ്. ഈ അനുഗ്രഹത്തെ നാം നന്ദിയോടെയും മിതത്വത്തോടെയും സ്വീകരിക്കണം. നമ്മുടെ ധൂർത്ത് വിശക്കുന്നവരുടെ വേദന മനസ്സിലാക്കി മുസ്ലിമിൻ്റെ യഥാർത്ഥ ഭക്ഷണ സംസ്കാരം പിന്തുടരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.
وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.